MLA പ്രതിഭയുടെ മകൻ കഞ്ചാവുമായി പിടിയിൽ. കേട്ടോണം കേട്ടോ, അമ്മയുടെ ന്യായീകരണം. കഞ്ചാവ് വലിക്കുന്നത് തെറ്റാണോ? കായംകുളം MLA പ്രതിഭയുടെ മകൻ കനിവ് ഉൾപ്പെടെ 9 പേരെ കഞ്ചാവ് ഉപയോഗിച്ച് കഞ്ചാവ് കൈവശം വെച്ചതിനും കനിവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കഞ്ചാവ് ഉപയോഗിച്ചതിനുമാണ് എക്സൈസ് കേസെടുത്തത്. എൻ്റെ മകനും കുറച്ച് ഫ്രണ്ട്സും കൂടി ഇരിക്കുന്നിടത്ത് വന്ന് അവര് എന്തെങ്കിലും സ്വാഭാവികമായിട്ട് മട്ടം കൂടി ഇരിക്കുന്നപ്പോ ആരോ ഒരു റോങ് ഇൻഫർമേഷൻ എന്തോ കൊടുത്തതായിരിക്കാം. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. പക്ഷെ ഏഷ്യാനെറ്റും 24ഉം തിരുത്തേണ്ട ഒരു കാര്യം പരസ്യമായി മാപ്പ് പറയുകയും തുടർന്ന് നിയമ നടപടികളും കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. MLAയുടെ മകൻ എന്ന് തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ അവിടെയും MLA ആണ്. MLAയുടെ ആ ഒരു ബ്ലഡിനുള്ള ഒരു ടേസ്റ്റ് ആണ് 24 ഏഷ്യാനെറ്റും കാണിച്ചത്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം ഒരു എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചൊരു വാർത്തയാണ്. മാധ്യമധർമ്മം വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. എന്ത് സന്തോഷം ആൾക്കാർക്ക് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ അമ്മയെപ്പെടുത്ത ആളൊരു ഇത് മാത്രമായിരിക്കും ഇത്. പക്ഷെ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല, ഇങ്ങനെ സാധനം ഇത് കിട്ടിയിട്ടില്ല. അത് ഞാൻ എവിടെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ മോനെ നീ കൊള്ളാം, അതുകൊണ്ട് നിന്നെ പെൺപിള്ളേരൊക്കെ നീ കൊള്ളാം, നല്ലതാ. എന്ത് പൊന്നൊരു പേരെന്തുവാ? സമയത്ത് എന്റെ വീട്ടിൽ കാണത്തുമില്ല. അത്ര നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതിയായി. നോക്കും കേട്ടോ, വിഷമിക്കണ്ട. അവരുടെ ചോര കുടിച്ച് ജീവിക്കുന്നതിനൊക്കെ ചിലപ്പം ചിലർക്കെങ്കിലും സുഖം ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് വളരെ സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. കനിവിനെ 9ാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. FIRന്റെ പകർപ്പ് പുറത്തു വന്നിരിക്കുന്നു. എവിടെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് എന്റെ വീട്ടിൽ കാണത്തുമില്ല. അത്ര നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതിയായി. വളരെ സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. കഞ്ചാവ് കേസിൽ മകൻ പ്രതിയല്ലെന്ന പ്രതിഭ MLAയുടെ വാദം പൊളിയുന്നു. പരസ്യമായി മാപ്പ് പറയുകയും തുടർന്ന് നിയമ നടപടികളും കാര്യങ്ങളും ഞാൻ ചെയ്തു. മകൻ കനിവിനെ 9ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. തിരിച്ചടിക്കണ ജാതി തന്നെ ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസായി. മോനെ, നിനക്ക് 21 വയസ്സല്ലേ ഉള്ളൂ കുഞ്ഞേ. നീ ഇപ്പോഴേ ഇങ്ങനെ തുടങ്ങിയാൽ നിന്റെ ഭാവി എന്താവും?